എടക്കരയിലെ ബൈപ്പാസ് ഇതേപോലെ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ അതിൻ്റെ ഓർഡറുകൾ കിട്ടി. രണ്ടാം ഘട്ടം ടെൻഡർ ചെയ്തു. ഒന്നാം ഘട്ടത്തിന് പണി പൂർത്തീകരിക്കാനുള്ള ഓർഡറുകളൊക്കെ ലഭിച്ചു. അങ്ങനെ ഈ സ്റ്റാഗ്നേഷനിൽ നിന്നിരുന്ന, ഫ്രീസറിൽ വെച്ചിരുന്ന, മൃതപ്രായമായി കിടന്നിരുന്ന കുറേ പദ്ധതികളെ സഞ്ജീവിന് കൊടുക്കാൻ സാധിച്ചു. വരണമെങ്കിൽ അടുത്ത UDF സർക്കാർ വരണം. അതെ. ബാക്കിനി UDF സർക്കാർ കൂടി വന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, ഈ പദ്ധതികൾ ജീവിക്കും. അത് നമ്മുടെ ആ കാലത്ത് കൊണ്ടുവന്ന സ്വപ്നങ്ങളാണ് ഇപ്പോൾ സാക്ഷാത്കരിക്കപ്പെടുന്നത്. അതാണ് എൻ്റെ. പുതുപ്പള്ളിയിൽ ഇതേ അവസ്ഥയല്ലേ? പുതുപ്പള്ളിയിൽ ഇപ്പോൾ ഒരു ക്യാപ്സ്യൂൾ, അത് കുറേ നാളുകളായി ക്യാപ്സ്യൂൾ ഇറക്കിയിട്ടുണ്ട്. പുതുപ്പള്ളിയിൽ വികസനമില്ല. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ വികസനമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മന്ത്രിയും ഇതൊക്കെ പറയുണ്ടായി, ഇത്രയും വികസനം ഇവിടെ ഉണ്ട്, 48 സ്കൂൾ ഇവിടെ ഉണ്ട്. എന്തുണ്ട് പുതുപ്പള്ളിയിൽ? ഇതൊരു ക്യാപ്സ്യൂളായിട്ട് ഇവരങ്ങ് അവതരിപ്പിച്ച് പല സ്ഥലത്തും കൊണ്ടുവരും. അപ്പോൾ ഞാൻ എണ്ണി നോക്കുമ്പോഴേ 8ഓളം ദേശീയ തലത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇപ്പോൾ രാജീവ് ഗാന്ധിയുടെ പേരിലുള്ള ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജ് കൊണ്ടുവന്നത് പുതുപ്പള്ളിയിൽ. ഇന്ത്യയിൽ രാജീവ് ഗാന്ധിക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ഒരു സ്മാരകം നിർമ്മിച്ചത് പുതുപ്പള്ളിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയാണ്. അത് ഇന്ന് IIT കടപിടിക്കാൻ പറ്റുന്ന സ്റ്റേറ്റ് ലെവൽ ഒരു സ്ഥാപനമാണ്. പിന്നെ ഉള്ളതാണ് നമ്മുടെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, ഒരു പൂനെയിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഒപ്പം തന്നെ കിടപിടിക്കും. ഈ സർക്കാർ പക്ഷേ 9 വർഷമായിട്ട് അതിന്റെ പ്രവർത്തനം മന്ദീഭവിച്ചു. ഒരു ഫിലിം ഫെസ്റ്റിവൽ പോലും നടത്താൻ ഇവരെ സംബന്ധിച്ചിട്ടില്ല.